നമസ്കാരം. ഇന്ത്യയെ കുരുക്കാൻ നോക്കിയ ട്രംപ് അവസാനം അകത്തായി. സത്യത്തിൽ അമേരിക്കയിൽ ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞു താഴുകയാണ്. മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ തമ്മിലടി എന്ന് പറയപ്പെടുന്ന രൂക്ഷമാകുന്നു. ട്രംപ് ഭരണകൂടത്തിൽ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ തടഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ വാൻസും നവോരയും എന്ന അവരാണ് ഇതിനെ പലയിടങ്ങൾ ട്രംപും വാൻസും നവോരയും അടക്കമുള്ളവരാണ് നമുക്കെതിരെയുള്ള വ്യാപാര കരാറുകൾ തടഞ്ഞത് എന്ന് ആ ഒരു പുതിയ വെളിപ്പെടുത്തലുമായിട്ട് സെനറ്ററായിട്ടുള്ള ടെഡ് ക്രൂസ് രംഗത്തെത്തിയത് തിരിച്ചടിയാവുകയാണ് ട്രംപിന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ ഉള്ളിലെ രൂക്ഷമായിട്ടുള്ള ഭിന്നതകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൗസ് ഉപദേശകൻ പീറ്റർ നവാരോ, കൂടാതെ ഇവരും ചിലപ്പോഴൊക്കെ ട്രംപ് തന്നെയും ഇന്ത്യ US വ്യാപാര കരാർ തടയാൻ ശ്രമിച്ചതായിട്ടാണ് പ്രമുഖ റിപ്പബ്ലിക്കൻ സെനറ്ററായിട്ടുള്ള ടെഡ് ക്രൂസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂസിന്റെ ചോർന്നുപോയ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ആ റെക്കോർഡിങ്ങുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആക്സിയോസ് ആണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് ഇന്ത്യ US വ്യാപാര കരാറിലെ കരിനിഴൽ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ വൈറ്റ് ഹൗസിനെ സമ്മതിപ്പിക്കുവാൻ താൻ കഠിനമായി പോരാടുകയാണ് എന്നാണ് ടെഡ് ക്രൂസ് സ്വകാര്യ ദാതാക്കളോട് പറയുന്നത് എന്നുള്ളതാണ് ഈ ഓഡിയോയിലുള്ളത്. കരാറിനെ എതിർക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് JD വാൻസ്, പീറ്റർ നവാരോ എന്നിവരുടെ പേരുകളാണ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ട്രംപും ഇതിന് തടസ്സം നിൽക്കുന്നുവെന്ന് കൂടി അദ്ദേഹം ആരോപിക്കുന്നു. ഇവിടെ ട്രംപിന്റെ താരിഫും നയവും ഒക്കെ ക്രൂസിന്റെ മുന്നറിയിപ്പുകളൊക്കെ വരുമ്പോൾ, അതായത് ട്രംപ് നടപ്പിലാക്കിയ കർശനമായിട്ടുള്ള താരിഫ്, അതായത് നികുതി നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ക്രൂസ് തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സൂപ്പർ മാർക്കറ്റുകളിൽ വില 20% വർദ്ധിക്കുകയും ജനങ്ങളുടെ സമ്പാദ്യം ഇടിയുകയും ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. സഭകളിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തിച്ചേരുമെന്ന് ക്രൂസ് പലവട്ടം പറയുകയാണ് ഡൊണാൾഡ് ട്രംപിനോട്. പക്ഷെ അത് അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇതിനോട് വളരെ മോശമായ ഭാഷയിലാണ് ട്രംപ് പ്രതികരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. JC വാൻസിനെതിരെയുള്ള കടന്നാക്രമണം, ഇപ്പോൾ വൈസ് പ്രസിഡന്റാണ് JC വാൻസിനെ കടുത്ത ഭാഷയിലാണ് ക്രൂസ് വിമർശിച്ചത്. അതായത് പ്രശസ്തരായിട്ടുള്ള പോഡ്കാസ്റ്ററായിട്ടുള്ള ടക്കർ കാൾസന്റെ വെറും പാവയാണ് വാൻസ് എന്ന ക്രൂസ് ഇതിനോടൊപ്പം പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. ടക്കറാണ് വാൻസിനെ സൃഷ്ടിച്ചത്, അവർ രണ്ടുപേരും ഒന്നാണ് എന്നും അദ്ദേഹത്തെ ആരോപിക്കുന്നുണ്ട്. 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ക്രൂസിന്റെ ഈ വിമർശനങ്ങൾ എന്നുള്ള വിലയിരുത്തലടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. ട്രംപ് തന്റെ പുതിയ താരിഫ് നയത്തെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ച ലിബറേഷൻ ഡേ എന്ന പ്രയോഗത്തെയും ക്രൂസ് ഇപ്പൊ പരിഹസിക്കുകയാണ്. അതായത് തന്റെ ടീമിൽ ആരെങ്കിലും ഈ വാക്ക് ഉപയോഗിച്ചാൽ അവരെ അന്നേരം തന്നെ പുറത്താക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തമാശയായിട്ട് കൂടിയാണെങ്കിലും അദ്ദേഹം അത്തരത്തിൽ പറയേണ്ടി വന്ന സാഹചര്യം എന്ന് പറയപ്പെടുന്നത്, ലിബറേഷൻ ഡേ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് കൊണ്ടാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തീവ്രവാദ നിലപാടുകാരും ഒപ്പം തന്നെ മിതവാദികളും തമ്മിലുള്ള വലിയൊരു വിടവാണ് ഈ ചോർന്നു പോയിട്ടുള്ള ശബ്ദരേഖയിലൂടെ വ്യക്തമാകുന്നത് എന്നാണ്. അപ്പോൾ ഇന്ത്യയുമായുള്ള തന്ത്രപരമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളെ, ആഭ്യന്തര രാഷ്ട്രീയ പോരുകൾ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ട്രംപിന്റെ ജനപ്രീതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടിയുകയാണ് എന്ന് തന്നെ പറയാം. അതിന് നിരവധി കാരണങ്ങൾ വ്യക്തമാക്കാൻ രാഷ്ട്രീയ നിരീക്ഷകരടക്കം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാകുന്നതായിട്ടുള്ള പുതിയ സർവേ ഫലങ്ങൾ അടക്കം ഇതിനോടൊപ്പം പുറത്തു വരികയാണ്. 2024 ട്രംപിനെ പിന്തുണച്ചിരുന്ന യുവാക്കളടക്കം, അല്ലെങ്കിൽ വെള്ളക്കാരല്ലാത്തവർ, രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത വോട്ടർമാർ എന്നിവർക്കിടയിലാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ജനപിന്തുണ കുറയുന്നത് എന്നുള്ളതാണ്. ജനപ്രീതി കുറവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പാട്രിക് റഫനി ചൂണ്ടിക്കാട്ടുന്നത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർക്കിടയിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. വെള്ളക്കാരായ തൊഴിലാളികൾക്കിടയിൽ ട്രംപിന് ഇപ്പോഴും വലിയ സ്വാധീനമുണ്ട് എന്നും, എന്നാൽ ലാറ്റിനോ, ഏഷ്യൻ വംശജരായ യുവാക്കൾക്കിടയിൽ മുൻപുണ്ടായിരുന്ന ആവേശം അതിപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പുതിയ ന്യൂയോർക്ക് ടൈംസ് സീന പോൾ അനുസരിച്ചിട്ട് ലാറ്റിനോ വോട്ടർമാർക്കിടയിൽ ഡെമോക്രാറ്റുകൾ ഇപ്പോൾ 16 പോയിന്റ് മുന്നിലാണ്. 2024 ട്രംപ് ഈ വോട്ടർമാർക്കിടയിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിലും 2028 പൊതു തെരഞ്ഞെടുപ്പിലും ഈ മാറ്റങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുടിയേറ്റ നയങ്ങളെക്കാൾ കൂടുതൽ വോട്ടർമാർ വിലക്കയറ്റത്തെയും സാമ്പത്തിക സുരക്ഷിതത്തെയുമാണ് വളരെ ഗൗരവമായി കാണുന്നത് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയുള്ള കാലമെന്ന് പറയപ്പെടുന്നത് അമേരിക്ക ഏത് തരത്തിലാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുവാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ തടഞ്ഞുകൊണ്ട്
ഇന്ത്യയെ കുരുക്കാൻ നോക്കുന്ന ട്രംപ് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത്? അപ്പോൾ ഇന്ത്യയെ ഭയപ്പെടുന്നു. ഇന്ത്യയുടെ താല്പര്യങ്ങൾ, ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ, ഇന്ത്യയുടെ ആയുധ കരാറുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ട്രംപ് ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയെ കുരുക്കാൻ നോക്കിയ ട്രംപ് അവസാനം അകത്താവുന്നത്. അവിടുത്തെ ജനങ്ങളടക്കം പ്രതികരിക്കുന്നത് ട്രംപിനെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ട്രംപ് തന്നെയാണ്. ട്രംപിന്റെ ജനപ്രീതിയിലുണ്ടായിട്ടുള്ള ഇടിവടക്കം, പാർട്ടിക്കുള്ളിൽ തന്നെ തമ്മിലടി രൂക്ഷമാകുന്ന സാഹചര്യം നിങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അടക്കമുള്ളവരിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാർട്ടിയിൽ ആ പാർട്ടിയും അവിടുത്തെ ജനങ്ങളും ട്രംപ് എന്ന് പറയപ്പെടുന്ന നേതാവിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തെ കൂടി ഏതു തരത്തിലും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ട്രംപ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപ് മോദിയെ തകർക്കാൻ നോക്കി, മോദി ഒരു 8ന്റെ പണി ട്രംപിനിട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചത്.